കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അപ്പൊ രേവതിയുടെ സച്ചിയുടെ താലികോർക്കൽ ചടങ്ങിനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കലാവതി മുത്തശ്ശിയും രവീന്ദ്രനല്ല. ഈ സമയത്താണ് കൂടി ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പം സച്ചിയുടെ ചടങ്ങുകളൊക്കെ പിന്നെ നടത്തിയാൽ പോരെ? ഇപ്പൊ സുധിയുടെ കല്യാണമല്ലേ വരുന്ന ആഴ്ച, അതിന്റെ തിരക്കുകളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതിയോട് കലാവതി മുത്തശ്ശി പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ? ആ ചടങ്ങ് നടത്തുന്നോണ്ട് ഒരു കുഴപ്പമില്ല. സുധിയുടെ കല്യാണം ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലേ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഇനി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം. എന്നാലും അതിന് കുറച്ച് പണമൊക്കെ ചെലവാവില്ലേ? ഇനിയിപ്പോ സുധിയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുക എടുത്ത് ഇതിന് ചെലവാക്കാൻ പറ്റുമോ? ഓ, അതാണ് അപ്പൊ നിന്റെ പ്രശ്നമല്ലേ? അതേക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട കേട്ടോ. പണത്തെക്കുറിച്ച് ഓർത്ത് അതിനുള്ള പണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സച്ചിക്ക് അതിന്റെ പൈസ കൊടുത്തോളാന്ന് പറയാണ്. അവൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളും. നിനക്ക് ആ കാര്യത്തെ ടെൻഷൻ വേണ്ടെന്ന് പറയാം. എന്നാലും അങ്ങനെ കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് ഒരു പണച്ചെലവില്ല, ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? പിന്നീട് സച്ചിയോട് പറഞ്ഞു, അതെ, രാവിലെ താലി ഉറക്ക ചടങ്ങ്, വൈകുന്നേരം ശാന്തി മുഹൂർത്തം. ഇത് കേട്ടപ്പം കലാവതി മുത്തത് ശരിയാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യ. രേവതിയുടെ വീട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ, അവരൊക്കെ വരണ്ടേന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, ശരിയാ ചമ്മയെന്ന് പറയണം. എന്നാലും ഒരു സംശയം അച്ചമ്മേ, താലി കോർക്കൽ ചടങ്ങ് നടന്നോട്ടെ, ഈ വൈകുന്നേരത്തെ ശാന്തി മുഹൂർത്തം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്താടാ അങ്ങനെ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം, അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് ചന്ദ്രമതി പറയണം, അല്ല സച്ചി പറഞ്ഞത് ശരിയല്ലേ? ഒരു ഓർത്ത് നോക്കിയേ, ആ ചടങ്ങ് ഇപ്പൊ നടത്തേണ്ട ആവശ്യമുണ്ടോ? സച്ചിക്ക് സന്തോഷമായി. ഒരു തവണ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലാടാ സച്ചി, നിന്റെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടി നിന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ? പിന്നെ എനിക്കറിയാൻ മേലെ, എന്റെ അമ്മേനെ ഞാൻ ഇന്നും ഇന്നലെ അവിടെ കാണുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് കലാപതി മുത്തശ്ശി ചോദിച്ചു, എന്തിനാ ചന്ദ്രമ നീ ഇങ്ങനെ വാശി പിടിക്കണേ? ശാന്തി മുഹൂർത്തം നടന്ന എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ല, മൂത്തത് സുധിയല്ലേ, സുധിയുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് പോരെ സച്ചിയുടെ? ഓ അങ്ങനെ, കല്യാണം കഴിഞ്ഞ ആദ്യം അവന്റെ അല്ലല്ലോ, സച്ചിയുടെ അല്ലേ? അതും അവൻ കാരണം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളൊരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ നടത്തിയത് തന്നെയെന്ന് കലാവതി മുത്തശ്ശി പറയണം. ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം ഇതെല്ലാം കേട്ടോണ്ട് സുധി അകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രനും കലാവതി മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് സുധിയോട് ചോദിച്ചു, സുധി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, നിന്റെ ഭാര്യ ആകാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് പറയുമ്പോ നിന്റെ അമ്മയ്ക്ക് ഭയങ്കര നാക്കാണല്ലോടാ, അവള് ഭയങ്കര നല്ല പെൺകുട്ടിയാണല്ലോ പറയണേന്ന് കലാപതി മുത്തശ്ശി ശ്രുതിയോട് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, അതേമ്മേ, അവള് പാവമാണ് ശ്രുതി എന്ന് പറയാം. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആണോ? എന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത അവിടെ ബ്യൂട്ടി പാർലർ, ഞാൻ അച്ഛമ്മനെ അങ്ങോട്ട് കൊണ്ടോട്ടേന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ ചോദിച്ചു, അപ്പൊ നിനക്ക് ജോലിക്ക് പോകണ്ടേ? ഓ, അത് ശരിയാണല്ലോ. അല്ല, അതിന് സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പോയാലും മതി. മുത്തശ്ശി പറഞ്ഞു, എന്നെ കൊണ്ടും പറ്റില്ല അങ്ങോട്ടൊന്നും വരാനായിട്ട്. ഒരു കാര്യം ചെയ്യേ, നാളെ ഇവിടെ ചടങ്ങ് നടക്കുമല്ലേ, അവളെയും കൂടെ ഈ ചടങ്ങിന് വിളിക്കാൻ പറയാണ്. ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവൾ വിവാഹം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് വന്നാൽ പോരെ, അത് കഴിഞ്ഞിട്ട് വലതുകാലം വെച്ച് കയറിയാൽ പോരേന്ന് ചോദിക്കുക. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ ഇതിനു മുമ്പ് ഇടതുകാലം വെച്ചായിരിക്കും അവൾ ഇങ്ങോട്ട് വന്ന് കയറിക്കൊണ്ടിരുന്നല്ലേന്ന് ചോദിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നോ, അതെന്തിനു വേണ്ടി ചന്ദ്രേന്ന് ചോദിക്കുക. ചന്ദ്രമതിയുടെ നാവ് താണുപോയി. എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ ഒന്ന് കാണണമെന്ന് പറയും, ഭയങ്കര ഡിമാൻഡ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നാളെ ശ്രുതി ഇങ്ങോട്ട് വരുമെന്ന് പറയണ. പിന്നീട് രണ്ടുപേരും കൂടി അങ്ങ് പോവാ. അതിനുശേഷം രേവതി അടുക്കളയിലേക്ക് ചെന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി എടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതിയുടെ കൽപ്പന ഓർത്തെ. അപ്പൊ ചന്ദ്രമതി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയാം. അതിന് രാവിലെ ഉണ്ടാക്കേണ്ട എന്തൊക്കെയാന്ന് പറഞ്ഞില്ലായിരുന്നോ? അല്ലമ്മ, അരി എടുത്ത് തരുവാണെങ്കിലോ? ഓ അങ്ങനെ വന്ന് അരി എടുത്ത് കൊടുത്തും പറഞ്ഞു, അത് വൈകുന്നേരത്തേനും കൂടെ ഉള്ള വൈകുന്നേരം വെച്ചാൽ മതി, അത് അപ്പോഴെടുത്ത് തന്നോളാൻ പറയാം. ആദ്യം നീ ഇതുണ്ടാക്കാൻ പറയുവാണ്. അല്ല, നാളെയല്ലേ നിന്റെ താലി കോർക്കൽ ചടങ്ങ് ശാന്തി മുഹൂർത്തേ? അതേമേ, നിനക്ക് നാണമില്ലേ? നിനക്ക് പറയാൻ മേലായിരുന്നു, ഇതൊന്നും വേണ്ടെന്ന് പറയാൻ മേലായിരുന്നു. അതിപ്പോ ഞാൻ ഇങ്ങനെയമ്മ പറയണേ, ഞാനായിട്ടല്ലോ തീരുമാനിച്ചേ, അച്ഛമ്മയും അച്ഛനും എല്ലാരും കൂടെ അല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഓ അതുകൊണ്ടാണല്ലോ അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് ചടങ്ങാളും ലളിതമായിട്ട് രീതി നടത്തിയാൽ മതി. ഒന്നും മിണ്ടിയില്ല. അങ്ങോട്ട് പോകാൻ തന്ന ശരിയുമേ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക. എനിക്ക് ഒരു കാര്യം കൂടെ സംസാരിക്കാണെന്ന് പറയണേ. ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നേ. രവീന്ദ്രൻ കേട്ട് സംസാരമൊക്കെ. അതെ, നാളെ താലി കോർക്കൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ളവരും ശ്രുതി മാത്രം മതി, പുറത്തുനിന്ന് ആരും വേണ്ടെന്ന് പറയണം. പുറത്തുനിന്നാരോ? അതെ, നിന്റെ വീട്ടിലുള്ള അവിടുത്തെ ആടുമാടുകളെ ഒന്നും ഇങ്ങോട്ട് ക്ഷണിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ? അല്ലമ്മേ, എന്റെ താലി ഉറക്ക ചടങ്ങല്ലേ, അപ്പൊ എനിക്ക് പിന്നെ അവരെ വിളിക്കണ്ടെന്ന് ചോദിക്കണം. വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നു. സച്ചിയും കേട്ടു ചന്ദ്രമതി രേവതിയോട് കൽപ്പിക്കുന്നത്. അതെങ്ങനെ ശരിയാവുമേ? എന്റെ
താലി ഉറക്ക ചടങ്ങിന് എന്റെ വീട്ടുകാരല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അച്ഛമ്മ നാളെ എങ്ങോട്ട് പോകും, പിന്നെ നീ എവിടെ കാണത്തുള്ളൂ എന്ന് പറയാം. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം സച്ചി അങ്ങോട്ട് വന്നേ. സച്ചി വന്നിട്ട് പറഞ്ഞു, അല്ല താലി ഉറക്ക ചടങ്ങിന് രേവതിയുടെ വീട്ടുകാർ വന്ന് എന്താ കുഴപ്പമിരിക്കുന്നത്? ആരൊക്കെ വരണം വരണ്ട തീരുമാനിക്കുന്നത് അവളാണ്, അവള് പറയട്ടെ. കാരണം അവളുടെയാണ് താലി ഉറക്കൽ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അപ്പൊ അവള് ക്ഷണിക്കണം. അല്ലാതെ അതിനകത്ത് ഇപ്പൊ അമ്മ കയറി ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. നീ ആരെ വെള്ളം വിളിച്ചോ, അമ്മേനെയോ ആങ്ങളേനെ എല്ലാരും വരട്ടെ, വീട്ടുകാരെല്ലാരും വരട്ടെ. ഇനിയിപ്പൊ അടുത്തുള്ളവരെ വിളിക്കണമെങ്കിൽ അവരെയും കൂടെ വിളിച്ചോളാൻ പറയണം. രേവതിയുടെ മുഖം സന്തോഷം കൊണ്ട് വിഴുന്നു. ചന്ദ്രമതിയോട് ഇഷ്ടപ്പെടില്ല. ചന്ദ്രമതി ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിട്ട് അകത്തേക്കും കൂടെ കയറി പോവാ. അങ്ങനെ പോയി ഇരുന്ന് കഴിയുമ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നു. രവീന്ദ്രൻ ചെന്ന് ചോദിച്ചു, നീ എന്ത് പരിപാടി ചന്ദ്ര? രേവതിയോട് പറഞ്ഞേ, എന്താ ഇപ്പൊ കാര്യം എന്താ? അല്ല അവളുടെ വീട്ടുകാരെ വിളിക്കണമെന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? അവളുടെ താലി ഉറക്ക ചടങ്ങിന് അവളുടെ വീട്ടുകാരെ പിന്നെ ആരെ വിളിക്കണേന്ന് ചോദിക്കോ? ഓ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അല്ല എന്ത് വന്നാലും അവസാനം നിങ്ങൾ അവളുടെ ഭക്ഷണം ചേർന്നല്ലേ പറയുള്ളൂ. അവളുടെ ഭക്ഷണം ചേർന്നല്ല, അവളെപ്പോഴും മരുമോളെ കിട്ടണമെങ്കിലേ നീ പുണ്യം ചെയ്യണം. ഇപ്പൊ നീ അടുക്കള കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാന്ന് എനിക്കറിയാം. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാത്ത. എങ്ങാനും സച്ചി അറിഞ്ഞാണ്ടല്ലോ നിന്നെ വെട്ടി കീറി ഇവിടെ വെക്കുള്ളൂ. നിന്റെ സ്വഭാവത്തിന് നിനക്ക് ഒരുത്തിയും കൂടെ വരുമല്ലോ മരുമോളായിട്ട്. അപ്പോഴറിയാം നിനക്ക് ഈ മരുമോളുടെ വിലയെന്ന് പറയണത്. പിന്നെ ഇവളെന്ന് പറഞ്ഞിട്ട് വെറും പൂ കെട്ടുന്നവള് പൂക്കാരി. എന്റെ മരുമോൾ അങ്ങനെയല്ല, ബ്യൂട്ടി പാർലർ നടത്തുന്നവരാ. എന്താ പൂ കിട്ടുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൂ കിട്ടുന്നവർ എപ്പോഴും ചുറ്റുമുള്ളവർക്ക് സുഗന്ധം പരന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വൃത്തികെട്ട പൂവാ. ഈ പൂവിലും ഉണ്ടല്ലോ ചൊറിയുന്ന പൂവും കാട്ടുപൂവും അങ്ങനെ പലതരം പൂക്കളുണ്ടല്ലോ. ആ വർഗത്തിൽപ്പെട്ട നിങ്ങളുടെ മരുമോളെന്ന് പറയണം. അത് പറഞ്ഞോ ചന്ദ്രേ, ഒരു ദിവസം നിനക്ക് അവളുടെ പൂവിന്റെ സുഗന്ധം മനസ്സിലാവുമെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അതങ്ങനെയാണല്ലോ, എന്ത് പറഞ്ഞാലും അവസാനം സപ്പോർട്ട് ചെയ്ത് വരാനായിട്ട് ആൾക്കാർ കാണുമല്ലോ. അതാണ് അവളുടെ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നുമില്ലാത്തതിന് ഒരുത്തേയും കൊണ്ടുവരികയും ചെയ്തു. അവളുടെ ഇപ്പൊ സുധിയുടെ വീട്ടുകാരുണ്ടല്ലോ, അവര് വലിയ ഹൈ ടീമുകളാ. ആ വരുന്ന സമയത്ത് ജയഭദ്രെ വീട്ടുകാർ ഒന്നും ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് നാണക്കേടാവും അറിയാവോ? അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലോ, പിന്നെന്താ കല്യാണത്തിന്? അതല്ല പറഞ്ഞത്. ഇപ്പൊ സുധി വരുമ്പോ തന്നെ എന്ത് വിചാരിക്കും? ഇത്ര ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണോ കല്യാണം കഴിച്ചെന്നൊക്കെ ഓർക്കുമല്ലേ? അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. ചന്ദ്രേ, നീ പറഞ്ഞു കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അഹങ്കാരത്തിനൊക്കെ ഒരിച്ചിരി കുറവ് വരുത്തിക്കോളാം പറഞ്ഞിട്ട് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് അരി കഴിക്കൊണ്ടിരിക്കുമായിരുന്നു അടുക്കള രേവതി. അപ്പൊ സച്ചി അങ്ങോട്ട് വരുന്നേ, അതെ ഞാൻ അപ്പോഴത്തെ ഒരു ആവേശം കൂടെ പറഞ്ഞു പോയതാട്ടോ നിന്റെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്ന കാര്യം. ഞാൻ പോയി വിളിച്ചോളാന്ന്. അതെന്താ വീട്ടുകാരെ വിളിക്കണ്ടേ? വീട്ടുകാരെ വിളിക്കണം ഞാൻ പറഞ്ഞില്ലോ. പക്ഷെ അത് ഞാൻ പോയി വിളിക്കുന്നില്ല പറഞ്ഞേ, എനിക്കതിന് സമയമില്ല. ഒരു കാര്യം ചെയ്യാം, നീ പോയി വിളിച്ചോളാൻ പറയണം. ഞാൻ തന്നെയോ? ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം ഡ്രസ്സ് എടുക്കാൻ പോണെന്നല്ല പറഞ്ഞേ, നമുക്ക് രണ്ടർക്ക് ഒരുമിച്ച് പോയി വിളിക്കാം. അതിന് കുഴപ്പമുണ്ടെന്ന് ചോദിക്കാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പറ്റി? പിന്നെന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറയണേ. അങ്ങനെ എന്നാ ശരി ഞാൻ അങ്ങ് പോട്ടേന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് അത് ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ടെന്ന് പറയണേ. എന്താ നന്ദി പറയുന്നത് എന്തിനാ? അല്ല എന്റെ വീട്ടുകാരെ വിളിക്കാൻ വരാന്ന് പറഞ്ഞില്ലേ, വീട്ടുകാരെ വിളിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചല്ലോ, അതിനാ ഞാൻ നന്ദി പറഞ്ഞെന്ന് പറയണേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എന്റെ കടമയല്ലേന്ന് ചോദിച്ചു സച്ചി അങ്ങോട്ട് പോകുമ്പോൾ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. തന്നെ കുളത്തിൽ നിന്ന് രക്ഷിച്ചതും അതോടൊപ്പം തന്നെ പിന്നീട് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കോരിയെടുത്തുകൊണ്ട് പോയതും ഒക്കെ. അങ്ങനെ സച്ചിയെക്കുറിച്ചുള്ള ചിന്തകളിൽ രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.